ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടെ സർവശക്തനായിരിക്കുന്ന കർത്താവ് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ചിന്തിച്ചു വരുന്നത് പോലെ ഇന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ അകത്ത് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന ഭാഗങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഈ ദിവസങ്ങളിൽ ശക്തിപ്പെടുവാൻ, കർത്താവിനെ കൂടുതൽ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. 5-ാം അധ്യായത്തിൻ്റെ അകത്ത് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നതായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ആദാം മുതൽ ഇങ്ങോട്ടുള്ളതായിരിക്കുന്ന വംശ പാരമ്പര്യമാണ്. അത് വന്ന് നിൽക്കുന്നത് 5-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ നോഹയുടെ 3 മക്കളെ ജനിപ്പിച്ചതായിരിക്കുന്ന കാര്യം പറഞ്ഞാണ് ഈ 5-ാം അധ്യായം അവസാനിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ വംശ പാരമ്പര്യങ്ങളാണ് മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 5-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് ഒരു കാര്യം ആ ഭാഗത്ത് കാണാം. ഹാനോക്കിനെ തന്നോട് കൂടെ നടന്നതായിരിക്കുന്ന ഒരു ഭക്തനെ സ്വർഗത്തിലേക്ക് എടുത്തുകൊണ്ടതായിരിക്കുന്ന ഒരു കർത്താവിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ വചനം ഇങ്ങനെ വായിക്കുന്നു: ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു ദൈവവചനമാണ് നമ്മൾ വായിച്ചത്. കർത്താവ് നമ്മൾ പുതിയ നിയമത്തിലേക്കും പഴയ നിയമത്തിലുമൊക്കെ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമ്മളോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ്. കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ കണ്ടു, ആദാമിൻ്റെ ഹവ്വയുടെ കൂടെ ആ വെയിലാറുന്നതായിരിക്കുന്ന സമയത്ത് ഇറങ്ങി വന്ന് അവരോട് കൂടി ഇരിക്കുവാൻ ആഗ്രഹിച്ചതായിരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലേവ്യ പുസ്തകത്തിനകത്ത് വരുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. കർത്താവ് നമ്മളോട് കൂടെയിരിക്കുന്ന ദൈവമാ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം ദൈവം എന്നോട് കൂടെയിരിക്കുന്നു. അപ്പോൾ നമ്മളോട് കൂടെയിരിക്കുന്ന കർത്താവ്, നമ്മുടെ ഇടയിൽ സഞ്ചരിക്കുന്നവനായിരിക്കുന്ന കർത്താവ്. പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷയിൽ 1 കൊരിന്ത്യരിൽ പറയുന്ന ഇപ്രകാരമാണല്ലോ: നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളത്തിൽ, നമ്മുടെ ഈ ജഡശരീരത്തിൻ്റെ ഉള്ളത്തിൽ നമ്മുടെ ആത്മാവോട് കൂടെ വന്ന് പരിശുദ്ധാത്മാവിൽ വാസം ചെയ്യുന്നവനായിരിക്കുന്ന ആ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്നു തന്ന് നമ്മുടെ കൂടെ ഇരിക്കുവാൻ ഒരു കാര്യസ്ഥനെ ആക്കി തന്ന് നമ്മളോട് കൂടിയിരിക്കുന്ന ആ ഒരു ദൈവിക സാന്നിധ്യത്തെക്കുറിച്ചും ഇന്ന് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുമ്പോൾ ഹാനോക്കിന് തൻ്റെ ജീവിതവുമായിട്ട് നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഹാനോക്കിന് മക്കളുണ്ടായിരുന്നു, കുടുംബമുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ആ ദൈവത്തിൻ്റെ കൂടെ നടക്കുവാൻ സമയം മാറ്റിവെച്ചതായിരിക്കുന്ന ഒരു ഭക്തനെ ദൈവം എത്രത്തോളം സ്നേഹിച്ചുവെന്ന് നമുക്ക് ആ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. നമ്മളോട് കർത്താവ് പറയുന്നുണ്ട്, ആ വലത്തോട്ടോ ഇടത്തോട്ടോ നിങ്ങൾ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിനെന്ന് പറയുന്ന ആ ഒരു ദൈവിക സാന്നിധ്യമുണ്ട്, ആ ദൈവത്തിൻ്റെ ഒരു ശബ്ദമുണ്ട്. നമ്മളിത് കൂടുതൽ മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ മുമ്പിൽ പോകുന്നതായിരിക്കുന്ന ഒരു ദൈവം, ഹല്ലേലൂയ, നമ്മുടെ കൂടെ നടക്കുന്നവനായിരിക്കുന്ന ഒരു ദൈവം, നമ്മളെ പിമ്പിൽ നിന്ന് ശബ്ദം കേൾപ്പിക്കുന്നവനായിരിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു സാന്നിധ്യമാണ്. നമ്മുടെ മുമ്പിൽ കർത്താവുണ്ട്, നമ്മുടെ കൂടെ കർത്താവുണ്ട്, നമ്മുടെ പിമ്പിലും ആ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് നമ്മളോട് പറഞ്ഞത്, കർത്താവിനെ അനുഗമിക്കുക. നമ്മൾ കർത്താവ് മുന്നിൽ പോകുമ്പോൾ ആ കർത്താവിനെ അനുഗമിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഒരിടത്ത് നമ്മൾ വായിക്കുന്നുണ്ട്, സിംഹം പോലെ ഗർജിക്കുന്ന കർത്താവിൻ്റെ പിന്നാലെ ആ ദൈവത്തിൻ്റെ മക്കൾ ഗർജിച്ചും കൊണ്ട് നടക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരാശയം പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ കർത്താവിൻ്റെ കൂടെ നമ്മളും, കർത്താവ് നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറിപ്പോകരുത് എന്നുള്ളതാണ്. ദൈവം അബ്രഹാമിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്: നീ എൻ്റെ മുമ്പാകെ നടന്ന് നീ നിഷ്കളങ്കനായിട്ടിരിക്കുക എന്നാണ് ദൈവം പറയുന്നത്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, നീ എൻ്റെ മുമ്പാകെ നടക്കുക എന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ നോക്കുക. ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ ദൈവം മുമ്പാകെ നടന്ന് ഒരു വിശുദ്ധമായിരിക്കുന്ന ഒരു ജീവിതം നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ ഹാനോക്കിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ അകത്ത് നമ്മൾ 24-ാം വാക്യത്തിൽ വായിച്ചു, ദൈവം ഹാനോക്കിനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി എന്ന്. എന്നാൽ യൂദയുടെ പുസ്തകത്തിൻ്റെ അകത്ത് അതിൻ്റെ
അതിൻ്റെ 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിനായി സംസാരിച്ചതായിരിക്കുന്ന ഒരു ഹാനോക്കിനെ എപ്പോഴെങ്കിലും വചനം എടുത്ത് വായിച്ചാൽ മതി. ആ വചനത്തിൽ അവിടെ ദൈവത്തിനായി സംസാരിച്ച ഒരു ഹാനോക്കിനെ കുറിച്ച് അവിടെ നമുക്ക് യൂദ പരിചയപ്പെടുത്തുന്നുണ്ട്. എബ്രായ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഹല്ലേലൂയ, ദൈവത്തെ പ്രസാദിപ്പിച്ചതായിരിക്കുന്ന ഒരു ഹാനോക്കിനെ കുറിച്ച് ഹല്ലേലൂയ, അത് വിശ്വാസത്താലാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കഴിയുന്നത്. ആ വിശ്വാസത്തിലെ ആ വീരന്മാരുടെ പട്ടികയിൽ എഴുതി ചേർക്കപ്പെട്ട വ്യക്തിയായിരുന്നു ഹാനോക്ക്. ആ ഹാനോക്ക് വിശ്വാസത്താൽ ദൈവത്തിൻ്റെ കൂടെ നടക്കുവാനായിട്ട് ഇടയായി തീർന്നു, ദൈവത്തിനായി സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ഹാനോക്കിനെയാണ് കർത്താവ് എടുക്കുവാനായിട്ട് കാരണമായി തീർന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ഈ ലോക ജീവിതത്തിനകത്ത് നമ്മൾ ആ ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് ഹല്ലേലൂയ കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ, ആ സാന്നിധ്യം അനുഭവിച്ച് കൂടെ നടക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവ് തൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ നമ്മളെയും എടുക്കണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ, ഹല്ലേലൂയ കർത്താവിനെ കുറിച്ച് സംസാരിക്കുവാൻ, ആ ഹാനോക്കിനെ പോലെ ഈ ദിവസങ്ങളിൽ ആ ദൈവ സാന്നിധ്യത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി ആ കർത്താവുമായിട്ട് പറ്റിയിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുനാമ മഹത്വത്തിനായി ഈ വചനങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. കേൾക്കുന്ന ഓരോ ദൈവമക്കളെ ദൈവം ശ്രേഷ്ഠമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.